ഡിവോഴ്സ് എന്നുള്ളത് എപ്പോഴും നമ്മൾ എന്തോ കുറ്റമായിട്ടും പാപമായിട്ടും കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആക്ച്വലി ഡിവോഴ്സ് എന്നുള്ളത് നോർമലൈസ് ചെയ്യപ്പെടേണ്ടതാണ്. കപ്പിൾ കൗൺസിലിംഗ് എന്നുള്ളത് എപ്പോഴും ദമ്പതികൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതല്ല. പലപ്പോഴും കപ്പിൾ കൗൺസിലിംഗിലൂടെ ദമ്പതികൾക്ക് അവരുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പല റിയലൈസേഷൻസും ഉണ്ടാവും. അതായത് അവരുടെ റിലേഷൻഷിപ്പിന്റെ ഡൈനമിക്സ് എങ്ങനെയാണ്, അവരുടെ റിലേഷൻഷിപ്പിൽ അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നുണ്ടോ, അവരുടെ ഇമോഷൻസും ബൗണ്ടറീസും റെസ്പെക്ട് ചെയ്യപ്പെടുന്നുണ്ടോ, അതുപോലെ അവരുടെ ഐഡിയോളജീസിലും വാല്യൂസിലും ഫണ്ടമെന്റൽ ഡിഫറൻസസ് ഉണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള അബ്യൂസസോ മാനിപ്പുലേഷൻസോ അതിനകത്തുണ്ടോ. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി വരാൻ കപ്പിൾ കൗൺസിലിംഗ് സെഷൻസ് ഹെൽപ്പ് ചെയ്യും. ഒരു സൈക്കോളജിസ്റ്റിന് അവർക്ക് വേണ്ടിയിട്ട് ഡിസിഷൻസ് എടുത്തു കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും അവരൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എക്യുപ്പ് ചെയ്യാൻ പറ്റും. അതായത് അവർ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണെങ്കിൽ വാട്ട് ക്യാൻ ദേ എക്സ്പെക്ട് എന്നുള്ളതും, ആൻഡ് ഇഫ് ദേ ആർ ബ്രേക്കിംഗ് ഫ്രീ ഫ്രം ദറ്റ് റിലേഷൻഷിപ്പ് ഹൗ വിൽ ദർ ലൈഫ് ചേഞ്ച് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സൈക്കോളജിസ്റ്റിന് സാധിക്കും. ഇത്തരം സിറ്റുവേഷൻസിൽ അതായത് കപ്പിൾസ് തമ്മിൽ ഫണ്ടമെന്റൽ വാല്യൂസിലും ഐഡിയോളജീസിലും തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആവുമ്പോൾ, അല്ലെങ്കിൽ വളരെ അബ്യൂസീവ് ആയിട്ടുള്ള പാർട്ട്ണർ ആവുന്ന സാഹചര്യത്തിൽ, റിപ്പീറ്റഡ് ഇൻസ്റ്റൻസസ് ഓഫ് ഇൻഫിഡേലിറ്റി, ട്രസ്റ്റ് റിപ്പീറ്റഡ്ലി ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഡിവോഴ്സ് ഇസ് എ ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതാണ്. പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് 20-40 വർഷം ഒരുമിച്ച് ജീവിക്കുന്നത് ആ ഒരു ഡ്യൂറേഷൻ ആണ് ആ മാരീഡ് ലൈഫിന്റെ സക്സസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത്. ആക്ച്വലി ആ മാരീഡ് ലൈഫിന്റെ ക്വാളിറ്റിയാണ് അതിനൊരു സക്സസ്ഫുൾ മാരേജ് ആക്കുന്നത്.